നമസ്കാരം. ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ലെബനനിലെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചെന്ന് ഇസ്രായേൽ സൈന്യം. വരും ദിവസങ്ങളിൽ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം ഖസീമിനെ വധിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് നയീം ഖസീമിന്റെ പേര് പരസ്യമായി പ്രഖ്യാപിച്ചു മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ള ഭീകര സംഘടന വലിയ വില നൽകേണ്ടി വരും. ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ആക്രമണത്തിന് ഉത്തരവിട്ട നയീം ഖസീം ഇനി മുതൽ കൊല്ലപ്പെടേണ്ട ലക്ഷ്യമാണെന്നും കാറ്റ്സ് എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേൽ വധിച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പാത പിന്തുടരുന്നവർ വൈകാതെ തന്നെ തിന്മയുടെ അച്ചുതണ്ടിൽ നിന്ന് ഇല്ലാതാക്കപ്പെട്ട മറ്റുള്ളവർക്കൊപ്പം നരകത്തിന്റെ ആഴങ്ങളിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിനാണ് ലബനൻ അധിനിവേശത്തെക്കുറിച്ചുള്ള സൂചന നൽകിയത്. രാത്രിയിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടിയായി തെക്കൻ ലബനനിലേക്ക് സൈന്യത്തെ അയക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും അത്തരമൊരു നീക്കം പൂർണ്ണമായി തള്ളിക്കളയാനും അദ്ദേഹം പൂർണ്ണമായും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിന്റെ ഭാഗമായി തെക്കൻ ലബനനിലെ 50-ലധികം ഗ്രാമങ്ങളിലെ ജനങ്ങളോട് രാത്രി തന്നെ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ടെന്നും വക്താവ് ഊന്നി പറഞ്ഞു. സൈന്യ വക്താവ് ഡെഫ്രിൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മിനിറ്റുകൾക്കുള്ളിൽ ഹിസ്ബുള്ള തലവൻ നയീം ഖസീം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്താണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കുറിച്ചു. ബെയ്റൂട്ടിലടക്കം ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത കമാൻഡർമാരെ വധിച്ചതായും അവരുടെ ഡസൻ കണക്കിന് താവളങ്ങൾ തകർത്തതായും ഡെഫ്രിൻ അറിയിച്ചു. കഴിഞ്ഞ രാത്രി ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും ഹിസ്ബുള്ളയെ കഠിനമായി ശിക്ഷിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ പറഞ്ഞതായി ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കേവലം ഒരു രാത്രിയിലെ തിരിച്ചറിവിന് മാത്രം തങ്ങൾ തൃപ്തരാകില്ലെന്നും വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ടാണ് ഖസീം വരുന്നത്. നസ്രുള്ള കഴിഞ്ഞാൽ ഹിസ്ബുള്ള നേതൃത്വത്തിലെ രണ്ടാമനായിരുന്നു നയീം ഖസീം. നസ്രുള്ളയുടെ മരണത്തെ തുടർന്ന് ആക്ടിംഗ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു 73-കാരനായ ഷെയ്ഖ് നയീം ഖസീം. 33 വർഷം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായിരുന്നു. 2006-ലെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനു ശേഷം നസ്രുള്ള ഒളിവിൽ പോയ ശേഷം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇയാളായിരുന്നു. നസ്രുള്ളയുടെ മരണശേഷം 3 തവണ ഖസീം ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചിരുന്ന ഖസീം നബാത്തി ഗവർണറേറ്റിലെ കഫാർ ഖില എന്ന തെക്കൻ ലബനീസ് ഗ്രാമത്തിൽ നിന്നുള്ള കുടുംബത്തിലെ അംഗമാണ്. 1953-ൽ ബെയ്റൂട്ടിലായിരുന്നു ഇയാളുടെ ജനനം. ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഖസീം പ്രമുഖ ലബനീസ് ഇറാഖി മത നേതാവായിരുന്ന ആയത്തുള്ള മുഹമ്മദ് ഹുസൈൻ ഫദ്ലല്ലയുടെ ശിഷ്യനുമാണ്. അതിനിടെ ഫെബ്രുവരി 28-ന് ഇറാനിൽ നടത്തിയ ആദ്യഘട്ട വ്യോമാക്രമണങ്ങളിൽ 2 മുതിർന്ന ഇറാനിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇന്ന് പുറത്തിറക്കിയ സൈനിക പ്രസ്താവനയിലാണ് കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സയ്യിദ് യഹിയ ഹമീദി, ജലാൽപൂർ ഹുസൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഹമീദി ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയത്തിലെ ഇസ്രായേലിനെതിരായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിരുന്നുവെന്നും സൈന്യം പറഞ്ഞു. ഇസ്രായേലിലും ജൂതന്മാർക്കുമെതിരെ ഇറാനിലും വിദേശത്ത് നടന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിരുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നു. കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായ ഹുസൈൻ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയത്തിലെ ചാരവിഭാഗം തലവനായിരുന്നു. ഇവർക്കൊപ്പം മറ്റു ചില മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചിട്ടുണ്ടെന്നും സൈന്യം പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു.